ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തൈര് സെറ്റ് ആവത്തില്ല, കോഫി പൗഡർ സെറ്റ് ആവത്തില്ല. അതല്ല, ഞങ്ങളിതൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഏറ്റവും മൈൽഡായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, ആദ്യമായിട്ടാണ് ഒരു പാക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈവൻ കുറച്ച് പ്രായമുള്ളവരാണെങ്കിലും ചിലപ്പോൾ ഇതുവരെയും ഫേസ് പാക്ക് ഒന്നും തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ സ്കിന്നൊന്ന് കെയർ ചെയ്യണം, നല്ല ഗ്ലോ വേണം എന്നൊക്കെയാണെങ്കിൽ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഏറ്റവും മൈൽഡായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയും യെല്ലോ ടിൻറ്റ് ഉള്ളതുകൊണ്ട് ഇതിൽ ഞാൻ മഞ്ഞൾ ചേർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാവും. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ മഞ്ഞൾ ചേർക്കണം എന്ന് യാതൊരുവിധ നിർബന്ധമില്ല. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പാക്കാതെ മുഴുവനായിട്ടും കണ്ടു നോക്കണം. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് മാത്രമല്ല, ലൈഫിൽ എപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ആക്കണം തോന്നിയാലും അപ്പോൾ എടുത്ത് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക്. സോ മുഴുവൻ വീഡിയോയും കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പാക്ക് ഇടാൻ പോകുന്നത്. ഹൈലി ഓയിലി സ്കിന്നാണ്, എണ്ണമയം ഭയങ്കരമായിട്ട് കൂടുതലുള്ള സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. അത് കൃത്യമായിട്ട് ചെയ്യാൻ ആദ്യം മുഖം ഒന്ന് നന്നായിട്ട് കഴുകുക. പിന്നെ എപ്പോഴും നമ്മൾ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കുന്നത് നല്ലതാണ്. കുറച്ച് ഫാൻസി ആയിട്ടുള്ള ബാൻഡൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മടി കൂടുതലാണെങ്കിൽ അതൊക്കെ ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചു വയ്ക്കും കേട്ടോ. നന്നായിട്ട് നമുക്കൊരു വൈബ് കിട്ടും. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ബേസനാണ്. ബേസൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കടലമാവ്, ബജ്ജിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന മാവില്ലേ, അത് വേണം എടുക്കാനായിട്ട്. കടലമാവ് ചൂസ് ചെയ്യുമ്പോൾ ഒരു മെയിൻ കാര്യം ശ്രദ്ധിക്കാനുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കാം. അത് വന്നിട്ട് റോസ് വാട്ടർ ആണ്. നിങ്ങൾക്ക് ഏത് റോസ് വാട്ടർ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കടലമാവ്, അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കടലമാവ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഒരുപാട് നാൾ യൂസ് ആക്കാണ്ട് വെച്ചിരുന്നിട്ടുള്ളതൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. നല്ല ഫ്രഷ് ആയിട്ട് പുതിയതായിട്ട്. ഇത് ആക്ച്വലി എനിക്കൊരു 250 ഗ്രാമിന് 30-32 രൂപ എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇത് നിങ്ങൾ ഇപ്പോൾ തുടങ്ങുന്നവരാണെങ്കിൽ പുതിയതൊരെണ്ണം വാങ്ങുന്നതാണ് നല്ലത്. എന്നിട്ട് നമുക്കത് കുറച്ച് നാൾ യൂസ് ആക്കാൻ പറ്റും. പെട്ടെന്ന് ഇത് കേട് വന്ന് പോകും. കുറേ ദിവസം മുഖത്തൊക്കെ യൂസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അത് യൂസ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊന്ന് കേട് വരാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നിങ്ങളത് യൂസ് ചെയ്യരുത്. കുറച്ച് വെള്ളം നനവൊക്കെ കയറുന്നുണ്ട്, കേടായി പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളിത് യൂസ് ആക്കരുത്. പുതിയത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേണം യൂസ് ആക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു കടലമാവും നമ്മുടെ റോസ് വാട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഈ ഒരു പാക്കിന് ഇത് രണ്ടും തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, വീട്ടിൽ ആർക്കെങ്കിലും ഡ്രൈ സ്കിൻ ഉണ്ട്, ഈ ഒരു പാക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണെങ്കിൽ ഈ സെയിം പാക്കിൻ്റെ ഒപ്പം കുറച്ച് കട്ട തൈരും കൂടെ മിക്സ് ആക്കാനായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഡ്രൈ സ്കിൻകാർക്കും നോർമൽ സ്കിൻകാർക്കും അങ്ങനെ യൂസ് ചെയ്യാം. ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ ഈ 2 ഐറ്റവും മാത്രം മതി. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡാർക്ക്നെസ്, പിഗ്മെൻറ്റേഷൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ നന്നായിട്ട് സഹായിക്കും. സ്കിന്നൊന്ന് സൂത്തൻ ചെയ്യാനും ഗ്ലോ കൊണ്ടുവരാനും സഹായിക്കുന്നതാണ്. ഇനി നിങ്ങൾ തുടക്കക്കാരാണ്, മഞ്ഞളൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. മഞ്ഞളൊക്കെ കേരളത്തിൽ പൊതുവെ എല്ലാവരും യൂസ് ആക്കുന്ന ഐറ്റംസാണ്, ചെറുപ്പം മുതലേ യൂസ് ആക്കാം, വേറൊരു പ്രശ്നമില്ല. കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. നല്ല പുതിയതായിരിക്കണം, ഒരുപാട് പഴയതായിട്ട് തുറന്നു വെച്ചിരുന്നിട്ട് വെള്ളം കയറി ഇല്ലാണ്ടായതൊന്നും എടുക്കരുത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വേണം ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട്. വെള്ളം നനവുണ്ടെങ്കിൽ പെട്ടെന്ന് കേട് വന്നു പോകും, അതിന് നിങ്ങൾ അനുവദിക്കരുത്. നല്ല പ്രോപ്പറായിട്ട് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ വേണം യൂസ് ആക്കാൻ. ഞാനിവിടെ കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, സ്കിപ്പ് ആക്കാം. ഇല്ല നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്, നിങ്ങളുടെ ഫേസിന് സെറ്റ് ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക, നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ ഫേസിന് സെറ്റ് ആകുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഒരു പിഞ്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഇത് അപ്ലൈ ചെയ്യുമ്പോഴും റിമൂവ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടുക. ഇനി ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ സ്കിന്നൊന്ന് ക്ലീൻ ചെയ്യണം. അതിന് നമ്മൾ യൂസ് ആക്കേണ്ട സാധനം എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നിന്
ഒരു ഫേസ് വാഷ്. സോപ്പിനേക്കാളും നല്ലത് ഫേസ് വാഷാണ്. സോ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വില കൂടിയതല്ല ഉദ്ദേശിച്ചത്. വില കുറവാണെങ്കിലും നമ്മുടെ സ്കിന്നിൽ വർക്ക് ആവുന്ന ഐറ്റംസ് നല്ല മൈൽഡായിട്ട് ജെൻറ്റിലായിട്ടുള്ളത് യൂസ് ആക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഖം ഒന്ന് തുടയ്ക്കുക, അതിനുശേഷം പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ പതിയെ ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് സ്പീഡിലൊക്കെ ഇങ്ങനെ ഉരച്ചിട്ട് അങ്ങനെ ഒട്ടും കെയർ ഇല്ലാതെ ചെയ്യേണ്ട. വളരെ പതിയെ ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒന്ന് ഡ്രൈ ആകുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് നമ്മൾ മുഖത്തോട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് തളിച്ചു കൊടുത്താലും മതി. ഇപ്പം നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് തളിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് വെച്ചേക്കുക. അങ്ങനെ ടോട്ടൽ 15 മിനിറ്റ് നമ്മൾ വെച്ചേക്കണം. ഇത് ഡ്രൈ ആകാനായിട്ട് വിടരുത്. ഇനി നിങ്ങൾക്ക് അത്രയും സമയം വരെയും നിങ്ങൾക്ക് ഡ്രൈ ആകുന്നില്ല, 15 മിനിറ്റ് വരെയും ഇതൊന്നും ഡ്രൈ ആകുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിരിക്കാൻ, വെള്ളം തളിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ മാത്രം അതിന് വിടരുത്, വെള്ളം തളിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് ഈ ഒരു പാക്ക് ഫേസിൽ വെച്ചേക്കാനായിട്ട് പറ്റും. ഈ ഒരു ഫേസ് പാക്ക് ഡ്രൈ ആകുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോവും. ഈ പാക്ക് വന്നിട്ട് ഡ്രൈ ആകും തോറും നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചറൈസേഷൻ വലിച്ചെടുക്കാൻ തുടങ്ങും. ഒരിക്കലും അത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ട് കെയർ കൊടുത്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ 5 മിനിറ്റിലാണ് നിങ്ങൾക്ക് ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളൊരു സ്പ്രേ ബോട്ടിൽ വെള്ളം ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. ഇത് മുഖത്ത് മാത്രമല്ല കേട്ടോ, നമുക്ക് കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി കയ്യിലൊക്കെ വേണമെങ്കിൽ അവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൺ ടാൻ ഉണ്ട്, സ്കിന്നൊന്ന് ഡള്ളായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കയ്യിലും കാലിലും ഒക്കെ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ ഈ ഒരു റോസ് വാട്ടറിന് പകരമായിട്ട് നമ്മൾ യൂസ് ആക്കേണ്ടത് തൈരാണ്. തൈര് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ആക്കും. അതുകൊണ്ട് തന്നെ പാക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തൈര് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഈ മുഖത്ത് ഈ പാക്ക് കാണുമ്പോൾ ചെറിയ തരികൾ ഉള്ളതുപോലെ തോന്നും. ഇത് ആക്ച്വലി ഭയങ്കര മൈൽഡാണ്. ഈ കടലമാവിൽ ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. നന്നായിട്ട് സോഫ്റ്റ് ആണത്. നമ്മൾ മസാജ് ചെയ്താൽ പോലും അതിങ്ങനെ അലിഞ്ഞു പോകത്തേ ഉള്ളൂ. അതൊട്ടും നമ്മുടെ സ്കിന്നിനെ ഹാർഷാക്കില്ല. ഈവൻ നമ്മുടെ അരിപ്പൊടിയുടെ അത്ര പോലും ഹാർഡല്ല കേട്ടോ നമ്മുടെ ഈ ഒരു കടലമാവ്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് ജെൻറ്റിലാണ്. ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. നിറയെ വെള്ളം തളിച്ച് വാഷ് ചെയ്യുക, സ്ക്രബ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് വെള്ളം തളിച്ച് കഴുകി കളഞ്ഞാൽ മതി. അതിന് ശേഷം നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഏതൊരു മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അലോവേര ജെല്ല് യൂസ് ചെയ്യാം. സെറ്റ് ആകുന്നവരാണെങ്കിൽ, എല്ലാവർക്കും ചിലപ്പോൾ സെറ്റ് ആവണമെന്നില്ല, സോ സെറ്റ് ആകുന്നവരാണെങ്കിൽ നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ല് യൂസ് ആക്കുക. ഇനി നിങ്ങൾക്ക് പാക്കറ്റിൽ വാങ്ങുന്നത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളെങ്കിൽ അത് യൂസ് ആക്കിയാൽ മതി. അലോവേര ജെല്ലോ അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോയ്സ്ചറൈസറോ ഉണ്ടെങ്കിൽ യൂസ് ആക്കിയാൽ മതി. നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുക. ഈ ഒരു കടലമാവ് നമ്മൾ കഴുകി കളഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഡ്രൈ ആക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ നമ്മളിങ്ങനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡ്രൈ സ്കിൻകാർക്ക് ജെൽ ടൈപ്പിലുള്ള മോയ്സ്ചറൈസറിനെക്കാളും ഏറ്റവും നല്ലത് കുറച്ചുകൂടെ തിക്കായിട്ടുള്ളതാണ്. പക്ഷേ ഓയിലി സ്കിൻകാർക്ക് ജെൽ ടൈപ്പ് നന്നായിട്ട് സെറ്റാവും. പിന്നെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ക്രീമാണോ ജെല്ലാണോ ലോഷനാണോ സെറ്റാവുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ആക്കാം. ഓരോ ക്ലൈമറ്റും മാറുന്നതിനനുസരിച്ച് നമുക്ക് സ്കിന്നിൽ ചേഞ്ചസ് വരും. അതിനനുസരിച്ച് മാറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ടോണർ, സിറം, ഇത് ഏതാണോ നിങ്ങൾ യൂസ് ആക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ച് കടലമാവും ഒരു കുപ്പി റോസ് വാട്ടർ വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ഈ ഒരു പാക്ക് ഒരു സെൽഫ് കെയറിൻ്റെ പാമ്പറിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ്. സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ടീനേജേഴ്സിന് വരെ പറ്റിയ ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ്. സ്പെഷ്യലി ടീനേജേഴ്സിനാണ് കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. തുടർന്ന് വരുന്ന വീഡിയോസിൽ ഞാൻ ഏതെങ്കിലും വീഡിയോസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.